ഹലോ എല്ലാവർക്കും എയർ ജെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടൈ വാലിബൻ, നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടൈ വാലിബൻ, അത് തന്നെയാണ് പടത്തിന്റെ ടാഗ് ലൈൻ പോലും. സോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത്. നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലെ ഒരു ഡയറക്ടർ അതേപോലെ ഒരു ടാഗ് ലൈൻ കൊടുക്കണമെങ്കിൽ അതിനകത്ത് സിനിമയ്ക്കകത്ത് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് അറിയാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമുക്കറിയാം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഇന്ന ജനർ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഇതിന് മുമ്പുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ എല്ലാം ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആണെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ എന്ന് പറയുന്ന ഒരു ജേണർ ആക്കി മാറ്റിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ ഒരു സിനിമ മലൈക്കോട്ടൈ വാലിബൻ പോലും ഇപ്പോഴും അത് ഏത് ജേണർ ആണെന്ന് നമുക്ക് അറിയത്തില്ല. സോ ഞാൻ ഈ ഒരു ടീസർ ഇപ്പം ഞാൻ റിയാക്ട് ചെയ്യാം. അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് എൻ്റെ. ഈ ഒരു മലൈക്കോട്ടൈ വാലിബൻ്റെ ഇതിനു മുമ്പുള്ള പ്രൊമോ മെറ്റീരിയൽ ഒന്നും ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല. അപ്പം ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. എൻ്റെ അഭിപ്രായത്തിന് എന്താ പറയുന്ന വാല്യൂ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് അറിയാനായിട്ടുള്ള ആഗ്രഹം എനിക്കുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും മലൈക്കോട്ടൈ വാലിബന്റെ ടീസർ വന്നിട്ടുണ്ട്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു ടീസർ കാണാനായിട്ട് പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് കാണാം, എന്നിട്ട് നമുക്ക് അതിന്റെ അഭിപ്രായം ഒരുമിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഒഫീഷ്യൽ ടീസർ മലൈക്കോട്ടൈ വാലിബൻ. സരിഗമ മലയാളം എന്ന ചാനലിലാട്ടോ വന്നിരിക്കുന്നത്. 1 മിനിറ്റ് 30 സെക്കൻഡ് എങ്ങാണ്ടുള്ളൊരു ടീസറാണ് വന്നിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ്. ഓ, ലാംഗ്വേജ് നമുക്ക് സെറ്റിംഗ്സ് ചെയ്യുന്ന മാറ്റാൻ കഴിയും കേട്ടോ. മാക്സ് ലാബ്, സരിഗമ. കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. എന്റെ മോനെ ലാലേട്ടാ, മലൈക്കോട്ടൈ വാലിബൻ എല്ലാ ലാംഗ്വേജിലും എഴുതി കാണിക്കുന്നു. ഇത്രയുള്ള Jan 25, 2024. അയ്യോ, ഇത്രയുള്ള. ഞാൻ കൂടുതൽ എന്തോ എക്സ്പെക്ട് ചെയ്ത്. ഷോ സംഭവം ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി തമിഴിലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു പ്രൊമോ മെറ്റീരിയൽ എന്ന രീതിയിൽ ഇതിനും കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത കേട്ടോ. ഒരു സ്റ്റണ്ട് സീനോ എന്തെങ്കിലും ഈ ഒരു ടീസർ കൊണ്ട് ഒരിക്കലും ഹൈപ്പ് കൂടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇതെന്താണ് ഇവരിങ്ങനെ? പക്ഷേ മലയാളത്തിന്റെ ഏറ്റവും ഹൈപ്ഡ് മൂവി ആകാനായിട്ട് സാധ്യതയുള്ളൊരു പടത്തിന്റെ പ്രൊമോ മെറ്റീരിയൽ ഇത്രയും ചെറുതായിട്ട് ഇറക്കാതെ, ഇതെനിക്ക് ഡിക്റ്റോ ആ ഒരു ഒഡിയൻ സ്റ്റൈൽ ഓഫ് പ്രൊമോഷനാണ് എനിക്ക് തോന്നുന്നത്. ഒഡിയന്റെ ഇതാണൊക്കെയായിരുന്നു. ലാലേട്ട അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, ആ ഒരു സംഭവം എടുത്ത് ടീസർ എന്നും പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നു. ഓ ഒഡിയൻ എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്കിയെല്ലാം എഴുതി കാണിക്കുന്നു. ആ ഒരു സംഭവമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. വെറുതെ ആ ഒരു ഫസ്റ്റ് ലുക്കിൽ ഉണ്ടായിരുന്ന സംഭവം തന്നെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഒരു ഡയലോഗും ചേർത്ത് ഒരു ടീസർ എന്നും പറഞ്ഞ് ഡിഫറെന്റ് ലാംഗ്വേജിന്റെ പേരും എഴുതി കാണിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കുന്നു. കുറച്ചും കൂടെയൊക്കെ സീൻസ് ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. കാരണം ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് പടം ആകുമ്പോഴത്തേക്ക് അന്യഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതൽ എന്താണ് ജനങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ സിനിമയിലെ സ്റ്റൺസും അങ്ങനെ എന്താ പറയുന്ന വലിയൊരു ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ടീസറാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ലാംഗ്വേജസിലൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. ഇതിപ്പം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയുള്ള ലാംഗ്വേജസിലുള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടി ഈ ഒരു ടീസറിനെ ശ്രദ്ധിക്കണമെങ്കിൽ കുറച്ചും കൂടി വലിയ ഫ്രെയിംസ് സ്റ്റൺസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീസർ തന്നെ വേണം. ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്ക് ലാലേട്ടനെ കണ്ടാൽ മതി. പക്ഷേ ബാക്കിയുള്ള ലാംഗ്വേജിലും നമ്മുടെ ഫിലിംസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് പോരെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.